ഈ ആൽഫ ലെവലിലാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. ആ ആൽഫ ലെവലിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ ഇരുന്നിട്ട് സജഷൻസ് കൊടുത്താൽ അത് ഓട്ടോ സജഷനായി മാറും. അതായത് ഇപ്പം ഞാൻ എബ്രഹാം ലിങ്കണുമായിട്ടൊരു കോൺഫറൻസ് നടത്തുന്നു, അല്ലെങ്കിൽ ഐൻസ്റ്റീനുമായിട്ടൊരു കോൺഫറൻസ് നടത്തുന്നു. ഇത് പോസിബിൾ ആണെന്ന് അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. ഇത് സിൽവ മൈൻഡ് ഐൻസ്റ്റീനുമായിട്ട് നമുക്ക് കോൺഫറൻസിൽ പോകാൻ കഴിയുമോ? തീർച്ചയായിട്ടും. മരിച്ചു പോയിട്ടുള്ള ഏത് വ്യക്തികളുമായിട്ട് നമുക്ക് കോൺഫറൻസിൽ പോകാൻ പറ്റും. NLPയും ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്ത് ഈ ആൽഫ ലെവലും പിടിച്ചു കഴിഞ്ഞാൽ അവിടെ ഇരുന്നിട്ട് വേണമെങ്കിൽ ഇവരുടെ ബ്രെയിനിനെ നമ്മൾക്ക് സ്വാപ്പ് ചെയ്ത് നമ്മുടെ ബ്രെയിനിലേക്ക് കൊണ്ടുവന്നിട്ട് ആ രീതി ചിന്തിക്കാം. അതുവരെ ചെയ്യാം. അത്ര അഡ്വാൻസ് ലെവലാണ്. അങ്ങനെ ചെയ്യാം. എന്താണ് നമ്മൾ പണം ഉണ്ടാക്കാൻ ആദ്യം ചിന്തിക്കേണ്ടത്? പണം ഉണ്ടാക്കാൻ ആദ്യം ചിന്തിക്കേണ്ടത്, നമ്മൾക്ക് ആദ്യം തന്നെ വേണ്ടത് ഒരു ഡിസയറാണ്. വിനോദ് സാർ നമസ്കാരം. നമസ്കാരം സാർ. നമ്മൾ ഒരുപാട് വിഷയങ്ങളെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ പുതിയ ടെക്നിക്കുകൾ എന്തെങ്കിലും ഉണ്ടോ? അതായത് ഹീലിങ്ങിൽ ഇപ്പോൾ ഉള്ളതിനേക്കാൾ മികച്ചതായിട്ട് എന്തെങ്കിലും ടെക്നിക്കുകളുണ്ടോ? അതായത് സ്പെസിഫിക് ആയിട്ട് ലോകം അറിയപ്പെട്ട ടെക്നിക്കുകളുണ്ടോ എന്നാണോ അതെ ചോദ്യം അല്ലേ? ഓക്കെ. EFT എന്ന് പറയുന്ന ഒരു ടെക്നിക്കുണ്ട്. EFT എന്ന് പറയുന്നത് ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക് എന്ന് പറയും. ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക്. ഇത് ശരിക്കും ഇതിൻ്റെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ പണ്ട് ഇത് റോജർ കലഹൻ എന്ന് പറയുന്ന ഒരാൾ തോട്ട് ഫീൽഡ് തെറാപ്പി TFT എന്ന് പറയുന്ന ഒരു സംവിധാനം കൊണ്ടുവന്നു. അതിനെ പരിഷ്കരിച്ചിട്ട് ഗാരി ക്രെയ്ഗ് എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം ഒരു എഞ്ചിനീയർ ആയിരുന്നു, പക്ഷെ അദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങൾ താല്പര്യമുള്ളതുകൊണ്ട് സൈക്കോളജിയും ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് താല്പര്യനായതുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ട് അതിനെ EFT എന്നുള്ള പേരിലേക്ക് മാറ്റി. ഇമോഷണൽ ഫ്രീഡം ടെക്നിക് എന്ന് പറയുന്ന ഒരു തെറാപ്പി മോഡ് അദ്ദേഹം അതിനെ ഒന്ന് പരിഷ്കരിച്ച് കൊണ്ടുവന്നു. ഇന്നിപ്പോൾ അതിൽ ഗാരി ക്രെയ്ഗിൻ്റെ കോഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കാൾ ഡോസനുണ്ട്, ഡോസൻ ചർച്ച് ഉണ്ട്. അങ്ങനെ ഒരുപാട് പേരിപ്പോൾ EFT തന്നെ വളരെയധികം ആളുകളുടെ ഇടയിലേക്ക് എത്തിക്കാനായിട്ട് കൂടുതൽ എഫേർട്ട് എടുത്ത ആൾക്കാരാണ്. അത് UK യിലും US യിലുമാണ് ഇത് കൂടുതലും ഇതിന് ഈ തെറാപ്പി മെത്തേഡ്സ് ഒക്കെ പഠിക്കുന്നവരും പഠിച്ചവരും ഒക്കെ കൂടുതലുള്ളത്. ഈ ഒരു തെറാപ്പി മെത്തേഡിലൂടെ ശരിക്കും മാനസിക പ്രശ്നങ്ങൾ, പല ട്രോമാസ്, പാസ്റ്റ് ലൈഫ് ട്രോമാസ് വരെ ഹീൽ ചെയ്യുന്ന മാട്രിക്സ് റീഇംപ്രിന്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റം വരെ ഇപ്പോൾ കാൾ ഡോസൻ്റെയൊക്കെ ടീം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരം പഠനങ്ങൾ ഞാൻ നടത്തിയിട്ടുണ്ട്. EFTയിൽ ഏറ്റവും പ്രശസ്തരായിട്ടുള്ളവർ ഗാരി ക്രെയ്ഗ്, അതുപോലെ തന്നെ കാൾ ഡോസൻ എന്നിവരാണ്. കാൾ ഡോസൻ UK ബേസ്ഡ് ആണ്, ഗാരി ക്രെയ്ഗ് US ബേസ്ഡ് ആണ്. ഇവർ രണ്ടുപേരിൽ നിന്നും ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ EFT എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ ഉപയോഗിച്ചിട്ട് നമ്മൾക്ക് മാനസിക പ്രശ്നമുള്ളവർ, പാസ്റ്റ് ലൈഫിലുള്ള ട്രോമ, ഇതൊക്കെ മാറ്റാനായിട്ട് മാട്രിക്സ് റീഇംപ്രിന്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് കാൾ ഡോസിന്റെ മെത്തേഡൊക്കെ ഉണ്ട്. പാസ്റ്റ് ലൈഫ് മാറ്റാൻ പറ്റുമോ? അതായത് പാസ്റ്റ് ലൈഫിൽ നടന്നിട്ടുള്ള ഒരു ട്രോമ കൊണ്ട് ഈ ലൈഫിൽ നമ്മൾ തുടരുന്ന ചില ബുദ്ധിമുട്ടുകളുണ്ട്, അതിനെ മാറ്റാനും EFTയിലൂടെ സാധ്യമാണ്. EFT ഇമോഷണൽ ഫ്രീഡം ടെക്നിക്. അതുകൂടാതെ മറ്റെന്തെങ്കിലും ടെക്നിക്കുകളുണ്ടോ? അതായത് ഹിപ്നോട്ടിസവുമായി ബന്ധപ്പെട്ട്? പിന്നെ ഉള്ളത് സിൽവ മൈൻഡ് കൺട്രോൾ മെത്തേഡ്. അത് 1970s അതായത് ഈ സിൽവ മൈൻഡ് കൺട്രോൾ മെത്തേഡിന്റെ ഏറ്റവും പ്രധാന കാര്യം എന്ന് പറയുന്നത്, നമുക്ക് അട്രാക്ഷൻ എന്ന് പറയുന്നത്, തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. നെപ്പോളിയൻ ഹിൽ എഴുതിയ ഒരു പ്രശസ്തമായ ഗ്രന്ഥമാണ്. അതായത് 500-ലധികം ആളുകളെ പഠിച്ചിട്ട് അദ്ദേഹം കൊണ്ടുവന്ന ഒരു മെത്തേഡാണ്. ഈ ആ സിദ്ധാന്തങ്ങളാണ് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇതിൽ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന് പറയുന്ന ആ ഒരു ഗ്രന്ഥത്തിലുള്ളത്. ഓക്കെ. ഇതിനെക്കുറിച്ച് വളരെയധികം പഠിച്ചൊരു വ്യക്തിയാണ് സമകാലികനായിട്ടുള്ള ഹോസെ സിൽവ. എഴുതുമ്പോൾ ജോസ് സിൽവ എന്ന് നമ്മൾ വായിക്കുന്നത്, പക്ഷേ ഹോസെ സിൽവ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹം അമേരിക്കയിലേക്ക് കുടിയേറി പാർത്ത ഒരാളായിരുന്നു. അമേരിക്കയിൽ വന്ന സമയത്ത് അദ്ദേഹം അവിടെ ആർമി ഉദ്യോഗസ്ഥനായിട്ട് കുറച്ചു കാലം വർക്ക് ചെയ്തു, ഈ ഹോസെ സിൽവ. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഒരു മകൾക്ക് ഡിസ്ലെക്സിയ പോലുള്ള ഒരു അസുഖമുണ്ട്, പഠന വൈകല്യം. പഠിക്കുന്ന ഓർത്തിരിക്കുന്നില്ല, മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിനൊരു പരിഹാരം എന്ത്, അതിന് പറ്റിയ ബ്രെയിൻ ഫ്രീക്വൻസി മ്യൂസിക് എന്താണ് എന്നുള്ള റിസർച്ച് നടത്തി അദ്ദേഹം ആൽഫ ഫ്രീക്വൻസി, തീറ്റ ഫ്രീക്വൻസി, ഇതൊക്കെ ലോകത്തെ കൂടുതൽ പ്രശസ്തനാക്കി മാറ്റിയത് ഈ കണ്ടുപിടുത്തങ്ങളാണ്. അദ്ദേഹം തൻ്റെ മകളിൽ പരീക്ഷിച്ച് നോക്കിയപ്പോൾ അത് വിജയിക്കുന്നുണ്ട്. അപ്പോൾ അത് ലോകത്തിന് കൊടുത്തു. ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഒരുപാട് കോഴ്സുകളുണ്ട്. സിൽവ ലൈഫ് സിസ്റ്റം, സിൽവ മൈൻഡ് കൺട്രോൾ സിസ്റ്റം, സിൽവ ബിസിനസ്, അങ്ങനെ പല ബിസിനസ്സുകാർക്ക് സെയിൽസിൽ ഒക്കെ തന്നെ ഈ സിൽവ മൈൻഡ് കൺട്രോൾ മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സക്സസ്ഫുള്ളായിട്ട് വിജയിക്കാൻ സാധിക്കും. സിൽവ മൈൻഡ് കൺട്രോൾ മെത്തേഡ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ തിങ്ക് ആൻഡ് ഗ്രോ റിച്ചിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും പ്രാക്ടിക്കലായിട്ട് ഒരു മെഡിറ്റേഷനിലൂടെ എങ്ങനെ സ്വായത്തമാക്കാം എന്ന് വളരെ കൃത്യമായിട്ട് സിൽവ മൈൻഡ് കൺട്രോൾ മെത്തേഡിൽ പറയുന്നുണ്ട്. ഇതിൻ്റെ ഓതറൈസ്ഡ് ഇൻസ്ട്രക്ടറാണ് ഞാനിപ്പോൾ.
അപ്പോൾ സിൽവ മൈൻഡ് കൺട്രോൾ സിസ്റ്റം എന്താണെന്ന് പലരും എനിക്ക് PM വന്നിട്ട് ചോദ്യങ്ങളൊക്കെ ചോദിക്കും, DM വന്നിട്ട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നോക്കട്ടെ, ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് വേറെ വീഡിയോ ചെയ്യുമ്പോൾ പറയാം. അതിപ്പോൾ ഇതെല്ലാം ഒരു അവസരമായിട്ട് എടുക്കുകയാണ്. സിൽവ മൈൻഡ് കൺട്രോൾ മെത്തേഡ്. ഓക്കെ, ഈ മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിന്, ഞാൻ കഴിഞ്ഞ തവണ ഒരു കോഴ്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു, മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക്. ഇതൊരു ബെസ്റ്റ് മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ് കേട്ടോ. 1970s ഡെവലപ്പ് ചെയ്തത്. അദ്ദേഹം ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ മകള് ലോറ സിൽവ, അദ്ദേഹത്തിൻ്റെ മകൻ ജൂനിയർ സിൽവ, അവരൊക്കെ ഇത് നടത്തുന്നുണ്ട് കേട്ടോ, കോഴ്സുകൾ നടത്തുന്നുണ്ട്, വേൾഡ് വൈഡ് ആയിട്ട് നടത്തുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കോഴ്സ് ചെയ്താലുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിങ്ക് ആൻഡ് ഗ്രോ റിച്ചിൻ്റെ പ്രാക്ടിക്കൽ മെത്തേഡാണ് ഈ പറയുന്ന സിൽവ മൈൻഡ് കൺട്രോൾ മെത്തേഡ്. മനസ്സിലായോ? നെപ്പോളിയൻ ഹിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ പ്രാക്ടിക്കൽ ആക്കണം. അപ്പം അദ്ദേഹം പറയുന്നുണ്ട് ഓട്ടോ സജഷൻ, പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ്, ഇതൊക്കെ പറയുന്നത്. ഇപ്പോൾ ഈ ചോദ്യം ഹിപ്നോട്ടിസവുമായിട്ട് ബന്ധപ്പെട്ടതെന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം, ഇത് ഹിപ്നോട്ടിസവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ മെഡിറ്റേഷൻ പോകുന്നത്. ഒരു ഹിപ്നോട്ടിക് നിദ്രയിലേക്ക് ആളെ കൊണ്ടുപോയിട്ട് ഓക്കെ ആ ലെവലിൽ ഇരുന്നിട്ട് ആൽഫ ലെവൽ എന്ന് പറയുന്ന 7 to 14 സൈക്കിൾ പെർ സെക്കൻഡിലേക്ക് നമ്മുടെ ബ്രെയിനിൻ്റെ ഫ്രീക്വൻസിയെ താഴ്ത്തും. അവിടെ ഇരുന്നിട്ടാണ് നമ്മൾ സജഷൻസ് കൊടുക്കുന്നത്. അങ്ങനെ സജഷൻസ് കൊടുക്കുമ്പോഴേ ശരിക്കും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇത് ഇംപ്രിൻ്റ് ആവുള്ളൂ. അതിനുള്ള ഒരു ബേസിക് ലെവലിൽ നമുക്ക് പഠിക്കാവുന്ന ഒരു കോഴ്സാണ് സിൽവ മൈൻഡ് കൺട്രോൾ മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് എങ്ങനെയാണ് ഒരു വ്യക്തിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കുന്നത്? ഇപ്പോൾ ഹിപ്നോട്ടിസവുമായി ബന്ധപ്പെടുത്തി നോക്കുകയാണെങ്കിൽ ഹിപ്നോട്ടിസം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ വേണം. അപ്പോൾ ഇതിൽ ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ എന്നെ തന്നെ ചെയ്യാൻ കഴിയുമോ, അതോ മറ്റൊരാളെ മാത്രമേ എനിക്ക് ചെയ്യാൻ കഴിയുള്ളൂ? അല്ല, ഇത് സ്വയം ചെയ്യാൻ പറ്റും. ഇത് സ്വയം ആപ്ലിക്കബിൾ ആണ്. അതായത് പ്രീ റെക്കോർഡഡ് ആയിട്ടുള്ള മെഡിറ്റേഷൻസ് ഉണ്ട് ഓൾറെഡി. ആൽഫ ലെവലിലുള്ള ഫ്രീക്വൻസി, ആൽഫ ലെവൽ ഒരു ടാപ്പിംഗ് സൗണ്ട് ഉണ്ട്. ആ ടാപ്പിംഗ് സൗണ്ട് വെച്ചിട്ട് പ്രീ റെക്കോർഡഡ് ആയിട്ടുള്ള ഗൈഡഡ് മെഡിറ്റേഷൻ ഉണ്ട്. ആ മെഡിറ്റേഷൻ കേട്ടുകൊണ്ടിരുന്നാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ അത് ആ നേരത്തെ ഉണ്ടായിരുന്ന നെഗറ്റിവിറ്റി മാറ്റി ഫുൾ പോസിറ്റീവായിട്ടുള്ള ഇംപ്രിൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് സെയിൽസ് ആയിക്കൊള്ളട്ടെ, ബിസിനസ് ആയിക്കൊള്ളട്ടെ, മാനിഫെസ്റ്റേഷൻ ആയിക്കൊള്ളട്ടെ, എന്ത് കാര്യത്തിനും, അസുഖം മാറ്റാൻ, ഹീലിങ്ങിന് പോലും അത് ഉപയോഗിക്കുന്നുണ്ട്. ഈ സിൽവ മൈൻഡിൻ്റെ തന്നെ പല പല വേർഷൻസ് ആണ്, അതൊന്നും മാത്രമേ ഉള്ളൂ. ഇത് പഠിച്ചതിന് ശേഷം സാറിൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു മാറ്റം എന്തായിരുന്നു? ഞാൻ ആദ്യമായിട്ട് ഇതിനെ ആദ്യമായിട്ട് ഞാനിത് രാജ് ബാപ്പന എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് പഠിക്കാനിട വന്നു. ഞാൻ ഡിഗ്രിക്ക് ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പഠന വിദ്യകൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മെത്തേഡ് ഉപയോഗിച്ചിരുന്നു. അതിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ആൽഫ മൈൻഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ അവസാനം സിൽവ മൈൻഡ് കൺട്രോൾ മെത്തേഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ടെന്ന് മനസ്സിലാക്കി. എൻ്റെ ഒരു സുഹൃത്ത് ഈ കോഴ്സ് ചെയ്ത് എൻ്റെ കണ്ടന്റ് മൊത്തം എനിക്ക് തരികയുണ്ടായി. അന്ന് ഞാൻ തീരുമാനിച്ചാണ് ഇതിൻ്റെ ഒരു ഇൻസ്ട്രക്ടറായി മാറണം. വർഷങ്ങൾക്ക് മുമ്പ്, അതെനിക്ക് തോന്നുന്നു അത് എനിക്ക് കയ്യിൽ കിട്ടുന്നത് 2004 മറ്റാണ്. പക്ഷേ ഞാൻ 2000 ഞാൻ ഇതിനെക്കുറിച്ച് ആദ്യമായിട്ട് അറിയുന്നത്. മൈൻഡിന് പല ഫ്രീക്വൻസി ഉണ്ട് ബ്രെയിനിന്. ആ ഫ്രീക്വൻസിയെ നമ്മൾ പോസിറ്റീവായിട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾക്ക് ജീവിതത്തിൽ കൊണ്ടുവരാം. അതാണല്ലോ മാനിഫെസ്റ്റേഷൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണിത്. അപ്പോൾ ഇത് പ്രീ റെക്കോർഡഡ് ആയിട്ടുള്ളതുകൊണ്ട് നമ്മൾ കേട്ടുകൊണ്ടിരുന്നാൽ മതി. ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യുന്നത് ടാപ്പിംഗ് മ്യൂസിക് ആയിരിക്കും. അത് ആൽഫ സൗണ്ടാണ് കൂടുതൽ അതിൽ ഉപയോഗിക്കുന്നത്. അത് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു റേഡിയോ വേവ് കേൾക്കുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും. പക്ഷെ കുറേ നേരം അത് കേട്ടുകൊണ്ടിരുന്നാൽ തന്നെ ഓട്ടോമാറ്റിക്കലി മൈൻഡ് ഈ ഫ്രീക്വൻസി താഴും. ഈ താഴ്ന്ന ഫ്രീക്വൻസിയിൽ ഇരുന്നിട്ട് നമ്മൾ സജഷൻസ് കൊടുക്കുമ്പോൾ അത് മൈൻഡിൽ ഇംപ്രിൻ്റ് ആവും. അപ്പോൾ അവിടെ കൊടുക്കുന്ന സജഷൻ എന്താണോ അതിനനുസരിച്ചിട്ട് നമ്മൾക്ക് ഈവൻ സിൽവ മൈൻഡിൻ്റെ റിമോട്ട് വ്യൂയിങ് സിസ്റ്റം ഉണ്ട്. റിമോട്ട് വ്യൂയിങ് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഞാൻ രാഹുലിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. രാഹുലിൻ്റെ വീട്ടിൽ ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു, അല്ലെങ്കിൽ വീടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, അവിടെ എന്തെങ്കിലും തകിട് കുഴിച്ചിട്ടിട്ടുണ്ടോ, നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും സ്വാധീനം അവിടെ ഉണ്ടോ? സിൽവ മൈൻഡ് സിസ്റ്റം പല രീതിയിലുണ്ട്. ലൈഫിൽ സക്സസ്സിന് വേണ്ടിയിട്ട് മാത്രമുള്ളതുകൊണ്ട്, ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ളതുകൊണ്ട്, സെയിൽസിന് വേണ്ടിയിട്ടുള്ളതുകൊണ്ട്, മാനിഫെസ്റ്റേഷന് വേണ്ടിയിട്ടുള്ള, അങ്ങനെ പല വേർഷൻസ് ഉണ്ട് ഇതിൻ്റെ. അപ്പോൾ ഇവിടെ സിൽവ റിമോട്ട് വ്യൂയിങ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്. ഇപ്പോൾ പലരും സംശയം പറയുന്നില്ലേ, ഈ മനുഷ്യൻ എങ്ങനെയാണ് റിമോട്ടിൽ ഈ കാര്യങ്ങൾ കാണുന്നത്? ഒരു വീടിൻ്റെ ഫോട്ടോ കിട്ടി, ആ വീടിൻ്റെ ഫോട്ടോ വെച്ചിട്ട് നമ്മൾ അസസ് ചെയ്യുന്നു അതിൻ്റെ എനർജി. ഇത് റിമോട്ട് വ്യൂയിങ് ആണ്. ചിലർ പറഞ്ഞ് നമുക്ക് അറിയാൻ കഴിയും, അറിയാൻ കഴിയും. ആ വീട്ടിൽ എവിടെ അങ്ങനെ ഒരു കോഴ്സ് തന്നെ ഉണ്ടെന്നേ. ആളുകൾക്ക് ഇത് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ കോഴ്സൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. അത് ആ കോഴ്സ് ചെയ്താൽ മാത്രം പോരാ, നമ്മളൊരു സൈക്കിക് എബിലിറ്റി ഉള്ള ഒരാൾ കൂടി ആണെങ്കിൽ അതിൽ വളരെയധികം നമുക്ക് ശോഭിക്കാൻ പറ്റും. അതായത് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എൻ്റെ അടുത്ത് കൺസൾട്ട് ചെയ്യാൻ വരുന്ന രാഹുലാന്ന് വിചാരിക്കുക. രാഹുൽ ചോദിക്കുകയാണ്, എൻ്റെ വീടിൻ്റെ ഫോട്ടോ മാത്രമേ ഉള്ളൂ സാറേ, എന്തെങ്കിലും അറിയാൻ പറ്റുമോ? വീട്ടിൽ ആരെങ്കിലും ക്ഷുദ്രം ചെയ്തിട്ടുണ്ടോ, തകിട് കുഴിച്ചിട്ടിട്ടുണ്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഞാനപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ
ഈ റിമോട്ട് വ്യൂയിങ് സിസ്റ്റം നമ്മൾ ആജ്ഞാചക്രത്തെ ഷട്ടർ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇത് കാണാൻ തുടങ്ങും. ഈ എനർജി എവിടെയെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഞാൻ കഴിഞ്ഞ മെത്തേഡ് നേരത്തെ രോഹിത് ഭായിട്ട് ചെയ്ത വീഡിയോയിൽ പറയുന്നുണ്ട്. അതിനകത്ത് നമ്മൾ ഡൗസ് ചെയ്യും, പെൻഡുലം ഡൗസിങ് നടത്തും. ആ പെൻഡുലം വെച്ചിട്ട് നിങ്ങളൊരു വീഡിയോ ആണ് തരുന്നതെങ്കിൽ എവിടെയാണ് കുഴിച്ചിട്ടേക്കുന്നതെന്ന് കൃത്യമായിട്ട് നമുക്കത് കണ്ടെത്താൻ പറ്റും റിമോട്ട് വ്യൂയിങ്ങിൽ. അപ്പം അങ്ങനെ അനേകം ഇതിൻ്റെ പല തലങ്ങളുണ്ട് സിൽവ മൈൻഡിൻ്റെ. പക്ഷേ സാധാരണ ജനങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ലൈഫ് സക്സസ് സിസ്റ്റമാണ്. അതായത് വിജയിക്കാൻ വേണ്ടി, മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു മനുഷ്യൻ എന്ത് ചെയ്യണം, അതാണ് അതിൽ പ്രതിപാദിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ പലതുണ്ട്, ഹീലിംഗ് കോഴ്സ് ഉണ്ട് അദ്ദേഹത്തിന്റെ. നമ്മുടെ ഈ ചൈൽഡ്ഹുഡ് ട്രോമ, അത്തരത്തിൽ ആങ്സൈറ്റി, ഡിപ്രഷൻ ഇതെല്ലാം മാറ്റിയെടുക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും പറ്റും. പക്ഷേ നമ്മൾ ഈ ഫ്രീക്വൻസി കൊടുത്ത് റെക്കോർഡ് ചെയ്ത് അവർക്ക് ടൈലർ മെയ്ഡ് ആയിട്ട് കൊടുക്കാം. ഇപ്പൊ രാഹുലിന്റെ പ്രശ്നം ഒരു പാസ്റ്റിലുണ്ടായ ഒരു ട്രോമയാണ് എന്ന് വിചാരിക്കുക. ആ ട്രോമയ്ക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള സജഷൻസ് കൊടുത്തിട്ട് എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾക്ക് സിൽവ മൈൻഡിന്റെ ആൽഫ ഫ്രീക്വൻസി ഉപയോഗിക്കാം, തീറ്റ ഫ്രീക്വൻസി ഉപയോഗിക്കാം. ആ 2 ലെവലാണ് ഇതിനകത്ത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? ഡെൽറ്റയിലേക്കൊന്നും അധികം പോകുന്നില്ല. അപ്പോൾ ഇവിടെ ഞാൻ ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യാം, നമ്മുടെ ബ്രെയിനിന്റെ പല ഫ്രീക്വൻസി ഉണ്ട്. ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കോൺഷ്യസ് ലെവലിലുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളിരിക്കുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് ബീറ്റ ലെവൽ ഫ്രീക്വൻസിയാണ്. എന്ന് പറഞ്ഞാൽ 14 ആൻഡ് എബോവ്, 14 അതിന് മേലെയാണ്. ഈ 14 താഴേക്ക് 7 വരെയൊക്കെ കൊണ്ടുവരാൻ സാധിച്ചാൽ അത് ആൽഫ ലെവലാണ്. ഈ ആൽഫ ലെവലിലാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. ആ ആൽഫ ലെവലിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ ഇരുന്നിട്ട് സജഷൻസ് കൊടുത്താൽ അത് ഓട്ടോ സജഷനായി മാറും. ഈ ഓട്ടോ സജഷൻ തന്നെയാണ് നെപ്പോളിയൻ ഹില്ലിന്റെ ആ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളത്, സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ചും ഒക്കെ പറയുന്നത്. അതുപോലെ തന്നെ നെപ്പോളിയൻ ഹിൽ അദ്ദേഹത്തിന്റെ ഒരു ചാപ്റ്ററിൽ എഴുതിയിട്ടുണ്ട് മാസ്റ്റർ മൈൻഡ് അസോസിയേഷൻ. അതായത് ഈ ലോകത്ത് പ്രശസ്തരായിട്ടുള്ള ആളുകളെല്ലാം നമ്മൾ വേറെ തലത്തിലേക്ക് ബ്രെയിനിനെ കൊണ്ടുപോയിട്ട് അവിടെ ഇരുന്നിട്ട് അവരുമായിട്ട് ഒരു കോൺഫറൻസ് നടത്തുക. അതായത് ഇപ്പം ഞാൻ എബ്രഹാം ലിങ്കണുമായിട്ടൊരു കോൺഫറൻസ് നടത്തുന്നു, അല്ലെങ്കിൽ ഐൻസ്റ്റീനുമായിട്ടൊരു കോൺഫറൻസ് നടത്തുന്നു. ഇത് പോസിബിൾ ആണെന്ന് അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. ഇത് സിൽവ മൈൻഡ് ഐൻസ്റ്റീനുമായിട്ട് നമുക്ക് കോൺഫറൻസിൽ പോകാൻ കഴിയുമോ? തീർച്ചയായിട്ടും. അതാ പറഞ്ഞത്, ആ ഒരു മരിച്ചു പോയിട്ടുള്ള ഏത് വ്യക്തികളുമായിട്ട് നമുക്ക് കോൺഫറൻസിൽ പോകാൻ പറ്റും. ആ തലത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്കൊരു ആ വേൾഡ് ആക്സസ് ആണ് ശരിക്കും. അത് പറഞ്ഞാൽ പറ്റും. പറ്റും. പക്ഷേ ആ റൂമിൽ നമ്മൾ കണ്ണടച്ച് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുമ്പോൾ മനസ്സിലൂടെയാണ് ഈ വ്യാപാരങ്ങളെല്ലാം നടക്കുന്നത്. അല്ലാതെ നമ്മൾ പരസ്യമായിട്ട് നമ്മളവിടെ പുലമ്പുകയോ ഒന്നും നടക്കുകയില്ല. നമ്മുടെ മൈൻഡിൽ അവർ പറയുന്നത് കേൾക്കാം, നമ്മുടെ മൈൻഡ് കൊണ്ട് അവരോട് ചോദിക്കാം. അപ്പോൾ നിങ്ങൾ അത് റെഫർ ചെയ്യുക. ഈ നെപ്പോളിയൻ ഹില്ലിന്റെ ഒരു ചാപ്റ്ററിൽ തന്നെ പറയുന്നുണ്ട് ഇതുപോലെ ഒരു സംഭവം, ഓട്ടോ സജഷൻ, അതുപോലെ തന്നെ ഈ മാസ്റ്റർ മൈൻഡ് അസോസിയേഷൻ, ഇതൊക്കെ തന്നെ. അങ്ങനെയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ലേറ്റസ്റ്റ് ഈ ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് ഒരു മെത്തേഡ് എൻ്റെ കയ്യിലുണ്ട്. NLPയും ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്ത് ഈ ആൽഫ ലെവലും പിടിച്ചു കഴിഞ്ഞാൽ അവിടെ ഇരുന്നിട്ട് വേണമെങ്കിൽ ഇവരുടെ ബ്രെയിനിനെ നമ്മൾക്ക് സ്വാപ്പ് ചെയ്ത് നമ്മുടെ ബ്രെയിനിലേക്ക് കൊണ്ടുവന്നിട്ട് ആ രീതി ചിന്തിക്കാം. അതുവരെ ചെയ്യാം. അത്ര അഡ്വാൻസ് ലെവലാണ്. അങ്ങനെ ചെയ്യാം. നമ്മൾ പറയുമ്പോൾ ആൾക്കാർക്ക് അത്ഭുതമായിട്ട് തോന്നും. എന്നെ നേരിട്ട് വന്ന് കാണുകയാണെങ്കിൽ ഞാനിതെല്ലാം ഡെമോ ചെയ്ത് കാണിച്ചു തരാം. നമുക്ക് സാധിക്കും ഇത്. അപ്പോൾ ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിൽവ മൈൻഡ് കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ബുക്കുകളൊക്കെ വളരെ പ്രസിദ്ധമാണ്. ഞാൻ വേണമെങ്കിൽ 1-2 ബുക്കുകൾ ഞാൻ പരിചയപ്പെടുത്താം, ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ സിൽവ മൈൻഡ് കൺട്രോൾ മെത്തേഡ് പഠിച്ചാലുള്ള ഗുണമെന്ന് വെച്ചാൽ നമ്മൾ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന് പറയുന്നത്, അതായത് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്, ചിന്തിക്കുക, വളരുക. ചിന്തിക്കുമ്പോൾ എങ്ങനെ ചിന്തിക്കണം, അതാണ് ഇമ്പോർട്ടൻറ്റ്. വെറുതെ ഇരുന്ന് ചിന്തിച്ചുകൊണ്ടോ യൂട്യൂബിൽ കുറച്ച് അഫർമേഷൻസ് കേട്ടുകൊണ്ടോ ഒന്നും നമ്മുടെ ലൈഫ് മാറില്ല. പണം ഉണ്ടാക്കാൻ വേണ്ടി എങ്ങനെ ചിന്തിക്കാം എന്ന് നമ്മൾ ചിന്തിച്ചു തുടങ്ങാൻ എന്താണ് നമ്മൾ പണം ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം ചിന്തിക്കേണ്ടത്? പണം ഉണ്ടാക്കാൻ ആദ്യം ചിന്തിക്കേണ്ടത്, നമ്മൾക്ക് ആദ്യം തന്നെ വേണ്ടത് ഒരു ഡിസയറാണ്. ആഗ്രഹമില്ലാത്തവന് നടക്കൂ ഇല്ല. ഇപ്പോൾ ചിലർ ഹയർ ലെവൽ ഫ്രീക്വൻസിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ദീക്ഷകൾ എടുക്കും. ഞാൻ ദീക്ഷയെ കുറിച്ച് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. സന്യാസ ദീക്ഷ എടുത്ത ഒരുത്തന് ഒരിക്കലും ഡിസയർ വരില്ല. അപ്പോൾ അപ്പർ ചക്രാസ് ആക്റ്റീവ് ആവും. ലോവർ ചക്രാസ് ആണ് പണത്തെയും, അതായത് വേൾഡ്ലി ലൈഫ്, പ്ലാനറ്റ് എർത്തിൽ നമുക്ക് ജീവിക്കാൻ, ഭൂമിയിൽ ജീവിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് താഴോട്ടുള്ള കീഴ്ചക്രങ്ങളാണ്, അപ്പർ ചക്രാസ് അല്ല. അപ്പർ ചക്രാസിലേക്ക് പോകുമ്പോൾ സന്യാസി ദീക്ഷ എടുക്കുന്നവർ അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ എന്താണ്, ആഗ്രഹമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം, എല്ലാം ശൂന്യാവസ്ഥയിലേക്ക് പോയാൽ പിന്നെ നമുക്ക് ജീവിതമുണ്ടോ? എല്ലാം മായയാണ്. ഞാനതല്ല പറയുന്നത്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ആൾക്കാർ ഓടിച്ചിട്ടടിക്കും. അതേസമയം ഇന്ന് സാധാരണക്കാരനായിട്ടുള്ളവൻ എന്താ വേണ്ടത്? എനിക്ക് ജീവിക്കണമെങ്കിൽ പണം വേണം. ഈ പണം എങ്ങനെ ജീവിതത്തിൽ വരുത്താം,
അതാണ് സാധാരണക്കാരന് ആവശ്യം. ഈ എല്ലാ മനുഷ്യരെയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ സാമ്പത്തിക വിഷയമായിരിക്കും, അല്ലെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പ് പ്രശ്നങ്ങളായിരിക്കും. ഇത് രണ്ടുമാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ ഏറ്റവും വലിയ വിഷയങ്ങൾ രണ്ട്. ഇത് രണ്ടും പരിഹരിച്ചു കഴിഞ്ഞാൽ ഭൂരിഭാഗം പ്രശ്നങ്ങൾ അവന്റെ തീരും. അപ്പൊ ഇത് രണ്ടിനും എങ്ങനെ നമ്മുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും? അത് തീർച്ചയായിട്ടും നമ്മുടെ ക്യാരക്ടർ തന്നെ മാറ്റിയെടുക്കാം. നമ്മുടെ ഈ തലമണ്ടയെ നമ്മുടെ ബ്രെയിനിനെ ഒരു ഹാർഡ്വെയർ ആയിട്ട് കാണുക, നമ്മുടെ മനസ്സിനെ ഒരു സോഫ്റ്റ്വെയർ ആയിട്ട് കാണുക. ഇപ്പോൾ സോഫ്റ്റ്വെയർ എങ്ങനെ വർക്ക് ചെയ്യുന്നത്? നമ്മൾ ഷട്ട് ഡൗൺ എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു പ്രോഗ്രാം എഴുതിയിട്ടുണ്ട്, അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് നിർത്താനായിട്ട്. അതുകൊണ്ടല്ലേ ഷട്ട് ഡൗൺ ആവുന്നു. നമ്മളുടെ ബ്രെയിനിന് ഇതുപോലെ നമ്മുടെ ബ്രെയിനിൻ്റെ സോഫ്റ്റ്വെയറിനെ നമ്മൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും, റീപ്രോഗ്രാം ചെയ്യാൻ പറ്റും. ബ്രെയിൻ റീവയറിംഗ് ടെക്നിക്കാണത്. റീവയറിംഗ് ദ ബ്രെയിൻ എന്ന് പറയും. മനസ്സിനെ പൂർണ്ണമായും മാറ്റിമറിക്കുകയാണ്. ഇത് പോസിബിളാണ്. പക്ഷേ എത്ര സമയം ഒരാൾക്ക് എടുക്കുമെന്നുള്ളത് ആ വ്യക്തിയുടെ വിൽ പവർ, ആ വ്യക്തിയുടെ സെൽഫ് കോൺഫിഡൻസ്, സെൽഫ് എസ്റ്റീം, ആ വ്യക്തിയുടെ ഡിസയേഴ്സ്, ആഗ്രഹങ്ങൾ, ഇതൊക്കെ തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, നമ്മളൊക്കെ ഒരു വലിയ സമൂഹത്തിൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഔട്ട് ഓഫ് ദി സ്റ്റേറ്റ് പഠിച്ച ഒരാളാണ് ഞാൻ. അന്നൊക്കെ അഡിഡാസിൻ്റെ ഷൂസും അതുപോലെ തന്നെ നൈക്കിയുടെ ഷൂസും ഒക്കെ ഇട്ട് വലിയ വലിയ ബ്രാൻഡഡ് ടീഷർട്ടും ഒക്കെ ഇട്ട് നടന്നിരുന്ന എൻ്റെ സുഹൃത്തുക്കൾ ഇന്ന് കോടീശ്വരന്മാരാണ്. അന്നൊക്കെ എൻ്റെ ഫാദറും എൻ്റെ വീട്ടുകാരും ഒക്കെ പറഞ്ഞു തന്നിട്ടുള്ളത് അഡിഡാസിൻ്റെ അതേപോലെ ഒരു ഷൂസ് വാങ്ങിക്കുക, അത് 600 രൂപയ്ക്ക് കിട്ടും, മറ്റേ 2000 രൂപയായിരിക്കും. ഇതാണ്. അപ്പോൾ നമ്മൾക്ക് കുത്തിവെച്ച് തന്നേക്കുന്നത് എന്താണ് ശരിക്കും നമ്മുടെ ബ്രെയിനിൽ? ചീപ്പായിട്ട് പോവർട്ടി കോൺഷ്യസ്നസ്. ഈ പോവർട്ടി കോൺഷ്യസ്നസ്സിനെ മാറ്റാതെ ഒരിക്കലും പ്രോസ്പെറിറ്റി കോൺഷ്യസ്നസ് തമ്മിൽ വർക്ക് ചെയ്യില്ല. ആ സിസ്റ്റത്തെ മാറ്റണം, ആ സോഫ്റ്റ്വെയർ മാറ്റി പുതിയത് സ്ഥാപിക്കണം. മനസ്സിന്റെ നിയമം എന്താന്ന് വെച്ചാൽ, മനസ്സിൽ ഇപ്പോൾ ഒരു നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ, ഞാനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ മനസ്സ് എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് ഒരു വിളഭൂമി പോലെ കാണുക. ഇത് മനസ്സാണെന്ന് സങ്കല്പിക്കുക. ഈ മനസ്സിൽ നെഗറ്റിവിറ്റി ആണെന്ന് വിചാരിക്കുക. ഈ നെഗറ്റിവിറ്റിയെ മാറ്റിയിട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും കള വളരുന്ന പോലെ ഒരു കൃഷി നിലത്ത് ഇത് വീണ്ടും വളരും. ഇത് വീണ്ടും അട്രാക്ട് ചെയ്യും നമ്മൾ അറിയാതെ. സബ് കോൺഷ്യസ് മൈൻഡിൽ കേട്ടോ, കോൺഷ്യസ് മൈൻഡിലല്ല. കോൺഷ്യസ് മൈൻഡിൽ ഞാൻ പണക്കാരനാവണം എന്നൊക്കെയുള്ള ധാരണയാണ്. ഇതിനെ മാറ്റിയിട്ട് ഇവിടെ പോസിറ്റീവായിട്ടുള്ള ഒന്നിനെ റീഇൻസ്റ്റോൾ ചെയ്യണം. അതാണ് ബ്രെയിൻ റീവയറിംഗ് എന്ന് പറയുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ ബ്രെയിനിന്റെ പ്രധാന പ്രവർത്തനം പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ നമ്മൾ വളരെയധികം നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, വികാരങ്ങൾ, വിചാരങ്ങളുള്ള ഒരു വ്യക്തിയാണ്. ഇതല്ലേ ഇവിടെ പ്രവർത്തിക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡിൽ. അതായത് പോവർട്ടി കോൺഷ്യസ്നസ്, നമ്മൾക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ബിലീഫ്സ്, ഇതെല്ലാം നമ്മുടെ മനസ്സിൽ കിടക്കുകയാണ്. ഇത് വെച്ചിട്ട് നമുക്ക് ഉയരാൻ പറ്റുമോ? ഇല്ല. ഇതിനെ തുടച്ചു മാറ്റി പകരം അതിനകത്ത് പ്രോസ്പെറിറ്റി കോൺഷ്യസ്നസ് കൊണ്ടുവരണം. അതവിടെ റീഇൻസ്റ്റേറ്റ് ചെയ്യണം. അപ്പോൾ മാത്രമേ ഈ പുതിയ വിള അവിടെ വളരുള്ളൂ. ഈ കൃഷിഭൂമിയിൽ ഇതൊരു കൃഷിഭൂമി പോലെ കാണുക, എങ്കിൽ മാത്രമേ ഇത് വളരുള്ളൂ. പലരും എന്തുകൊണ്ട് ഇത് എത്തുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്നത് പോവർട്ടി കോൺഷ്യസ്നസ് ആണ്. എന്തൊക്കെയായാലും എനിക്ക് കോരൻ എന്നും കുമ്പിളിൽ കഞ്ഞി എന്നൊരു ധാരണയുള്ളവനാണെങ്കിൽ ഒരിക്കലും അവനൊരു മില്യണർ ആവില്ല. അതാണ് അതിൻ്റെ തത്വം. അപ്പോൾ ബ്രെയിനിനെ ഇത് കൃത്യമായിട്ട് പറഞ്ഞ് വിശ്വസിപ്പിക്കണമെങ്കിൽ, അത് ഇംപ്രിന്റ് ആവണമെങ്കിൽ നമ്മളുടെ ബ്രെയിനിന്റെ ഫ്രീക്വൻസി താഴ്ത്തണം. മൈൻഡിനെ മൊത്തത്തിൽ അഴിച്ചു പണിയണം. യെസ്, അതൊരു അഴിച്ചുപണി തന്നെയാണ്, റീവയറിങ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, പോവർട്ടി കോൺഷ്യസ്നസ്സിൽ മാത്രം ചിന്തിക്കുന്ന ഒരാളുടെ ബ്രെയിൻ ന്യൂറോൺസ് പ്രവർത്തിക്കുന്നത് ആ രീതിയിലായിരിക്കും. മനസ്സിലായോ? ഇതിനെ മാറ്റി പുതിയ ഒന്ന് പ്രവർത്തിപ്പിക്കുമ്പോൾ പുതിയ ന്യൂറോൺസ് പ്രവർത്തിച്ച് അത് അംഗീകരിക്കും. നമ്മുടെ ബ്രെയിനും മൈൻഡും അതുപോലെ തന്നെ നമ്മുടെ ശരീരവും എല്ലാം ഇതിനെ അക്സെപ്റ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, നമ്മൾക്കിപ്പോൾ ഒരു ചായ കുടിക്കാനായിട്ട് ഇവിടെ ഒരു കടയിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 10-15 രൂപയാവുള്ളൂ. അതേസമയം 5 സ്റ്റാർ ഹോട്ടലിൽ കയറിയാലോ നേരെ അത് 150 രൂപ, 200-250 രൂപയ്ക്ക് ആവും ഒരൊറ്റ ചായക്ക്. ആലോചിച്ച് നോക്കണം. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ എന്താ ചിന്തിക്കുന്നത്? എന്തിനത്രയും കാശ് കളയുന്നത്? കാശുള്ളൊരുത്തൻ അങ്ങനെ ചിന്തിക്കുന്നു വിചാരിക്കാം. അവൻ്റെ അച്ഛനുണ്ടാക്കിയ കാശ് അവൻ അനുഭവിക്കുന്നു. പക്ഷേ അവനത് അനുഭവിക്കാനായിട്ട് യോഗ്യത ഉള്ളതും യോഗമുള്ള ഒരുത്തനാണെങ്കിൽ എന്തുകൊണ്ട് 250 രൂപ മുടക്കിക്കൂടെ ഒരു ചായക്ക്? പക്ഷെ നമ്മളെന്താ ചിന്തിക്കുന്നത്? ആദ്യം 15 രൂപ, 10 രൂപയൊക്കെ പറ്റുമോ എന്നാണ് നോക്കുന്നത് തട്ടുകടയിൽ പോയി. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരാളിൽ ഒരിക്കലും പണം വരില്ല. ഞാനും അങ്ങനെ ആയിരുന്നു. ഞാനും മനസ്സിലാക്കിയത് അതാണ്. ഞാനും അങ്ങനത്തെ ഒരു തെറ്റ് ചെയ്തിരുന്ന ഒരാളാണ്. പക്ഷെ എന്നാണോ നമ്മൾ പുതിയ ന്യൂറോൺസ് പ്രവർത്തിക്കാൻ വേണ്ടി പുതിയ അഫർമേഷൻസ് നമ്മൾ കൊടുക്കാൻ തുടങ്ങിയോ, അന്ന് പണം വരാൻ. പക്ഷെ അവിടെ ഒരു വിഷയമില്ലേ, ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിലാണെങ്കിൽ പോലും ഈ മണി മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം നമുക്ക് വേണ്ടേ? തീർച്ചയായിട്ടും അത് വേണം. അപ്പോൾ അത്രയും പണം ഇല്ലാത്ത ഒരാൾ എങ്ങനെയാണ് ഇപ്പോൾ 5 സ്റ്റാർ ഹോട്ടലിൽ പോയി കഴിക്കുന്നത് എന്നൊരു ചോദ്യം ബാക്കിയല്ലേ? അതെ.
അങ്ങനെ ഞാൻ പറയുന്നത് ഒരിക്കലെങ്കിലും നമ്മൾക്ക് കയ്യിൽ കാശ് ഉണ്ടാവുന്ന സമയത്ത് ഒരു ചായെങ്കിലും കുടിച്ചിട്ട് പോരാമല്ലോ. കാരണം മനസ്സ് കണ്ട് വിശ്വസിച്ചതിനെ മാത്രമാണ് പൂർണ്ണമായിട്ട് അബ്സോർബ് ചെയ്യുള്ളൂ. ഇപ്പൊ ഞാൻ എൻ്റെ ക്ലാസ്സുകളിൽ ആൾക്കാരോട് പറയും, നിങ്ങളുടെ കയ്യിൽ ഒരു 10,000-2,500 രൂപ കയ്യിലുണ്ടെങ്കിൽ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ കയറി ഒരു ഊണ് കഴിച്ചിട്ട് ഇറങ്ങിപ്പോരെ. അപ്പോൾ അവിടെ നമ്മൾക്ക് കിട്ടുന്ന ആദരവ്, അവിടെ വരുന്ന ആളുകളുടെ വൈബ്സ്, ഇതൊക്കെ നമ്മൾ അനുഭവിക്കുമ്പോണ്ടല്ലോ, പിന്നെ കണ്ണടച്ചിരിക്കുമ്പോൾ ഐ ആം ബിക്കമിങ് എ മില്യനർ എന്ന് പറയുമ്പോൾ ആ ഫീലിംഗ് വരും. അല്ലാത്തവൻ ഇത് ഫീൽ ചെയ്തിട്ടില്ല ഇതുവരെ. എന്താണ് 5 സ്റ്റാർ ലെവൽ എന്നുള്ള അറിയേയില്ല. തട്ടുകട നടത്തുന്നവൻ എന്നും തട്ടുകട നടത്തിയല്ലേ ജീവിക്കുന്നു. ആലോചിച്ച് നോക്കൂ, 5 സ്റ്റാർ ഹോട്ടലിൽ ഒരിക്കലെങ്കിലും പോയിട്ടുള്ളവൻ ആ വൈബ് ഫീൽ ചെയ്യും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഇന്ത്യയിൽ നിന്ന് നേരെ ലാൻഡ് ചെയ്യുന്ന ദുബായിലാണെങ്കിൽ നമ്മുടെ മൈൻഡ് ആകെ മാറും. ഞാൻ പലതവണ വിസിറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് ദുബായ്, ഇനിയും പോകുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചുറ്റും ബില്യനേഴ്സും ആണ്, ഫെസിലിറ്റീസാണ്. നമ്മുടെ നാട് നമ്മൾ വെറുത്തു പോകും. എന്തുകൊണ്ടാണ്? ഇവിടെ ഇല്ലാത്ത ഫെസിലിറ്റിയാണ് അവിടെ ഉള്ളത്. ഒരു മരുഭൂമിയെ എങ്ങനെ പൂങ്കാവനമാക്കാന്നുള്ളത് ആ ഒരു അവരുടെ രാജാവ് നല്ല വിഷനുള്ള, അതാണ് ആ മനുഷ്യന്റെ വിഷനാണ് ആ ഒരു സ്ഥലത്ത് കാണുന്നത്. ഭാരതം ഭരിക്കുന്നത് ആരോ, അവരുടെ വിഷനാണ് ഭാരതമായി മാറുന്നത്. ഇന്നിപ്പോൾ ദുബായ് വേൾഡ് ട്രേഡ് ലെവലിൽ വികസിക്കാൻ കാരണം എന്താണ്? ഭരണാധികാരികളുടെ ഒരു വിഷനാണ്. അപ്പൊ അതാ പറയുന്നത്, ഒരു മനുഷ്യന്റെ വിഷൻ അവിടെ അത് പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ അത്രയും നല്ലൊരു രാജ്യമായി മാറിയത്. ഇന്ന് ആളുകൾ അവിടെ ഓടിക്കൂടുകയല്ലേ. ഒരു വേൾഡ് ട്രേഡ് സെന്ററായി മാറിയേക്കാണ് ആ ഒരു ഒറ്റ കൺട്രി ദുബായ് എന്ന് പറയുന്നത്. ഫലത്തിൽ നമ്മളൊരു 100 വർഷം മുമ്പ് നോക്കിയ ദുബായ് എന്തായിരുന്നു? വെറും മണലാരണ്യമാണ്. ഇന്നിപ്പോൾ അവിടെ പൂങ്കാവനമാണ്. കൃഷി നടത്തുന്നു, എന്തെല്ലാം. അതായത് ആധുനികമായിട്ടുള്ള ഫെസിലിറ്റീസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ടെക്നോളജി ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാറ്റാൻ പറ്റാത്ത വല്ലതും ഉണ്ടോ? ഇല്ല. അത്രയും മാറിയവർ. അപ്പോൾ വൈബ് മാറി. നമ്മൾ ഇവിടെ ഇരിക്കുന്ന വൈബാണോ, നമ്മൾ ആലുവയിൽ ഇരിക്കുന്ന വൈബാണോ ബാംഗ്ലൂരിൽ ചെല്ലുമ്പോൾ ആ വൈബാണോ നമ്മളൊരു റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്ന വൈബും അതേസമയം ഒരു എയറോഡ്രാം അല്ലെങ്കിൽ ഒരു നമ്മൾ അങ്ങനെ ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു വൈബ്രേഷൻ എന്താ? അവിടെ നമ്മളൊരു ചായ കുടിച്ചാൽ വില കൊടുക്കേണ്ടി വരും. അതെ. അപ്പോൾ നമ്മൾ ഇൻ്റർനാഷണൽ ഒരു വിമാനത്താവളത്തിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ കുടിക്കുന്ന ചായക്ക് വില കൂടും. ഞാനത് കുടിക്കും. കാരണം എന്താ വെച്ചാൽ വൺസ് ഇൻ എ വൈൽ നമ്മളതൊന്ന് എൻജോയ് ചെയ്യണം. അപ്പോഴേ നമ്മൾ അറിയുള്ളൂ ഐ ആം എലിജിബിൾ ടു ഹാവ് ദിസ്, ഞാനിത് കിട്ടാൻ യോഗ്യനാണ് എന്ന് നമ്മുടെ മനസ്സ് എന്ന് പറയുന്നു. അന്ന് നമ്മൾ മില്യനർ കൺസെപ്റ്റ് നമ്മുടെ മനസ്സിൽ വരുള്ളൂ. എന്നാലേ നമ്മുടെ ആ ലെവല് ബ്രേക്ക് ചെയ്ത് നമുക്ക് അടുത്തേക്ക് പോകുള്ളൂ. അതല്ലെങ്കിൽ എന്നും കോരന് കുമ്പിളിൽ തന്നെ കഞ്ഞി എന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കലും ഉണ്ടാവുള്ളൂ. ആ ബ്രേക്ക്, ആ പാറ്റേൺ ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ റിപ്പീറ്റ് ഇത് ചെയ്യുമ്പോൾ മാത്രമേ അത് ബ്രേക്ക് ചെയ്യിക്കുള്ളൂ. അല്ലാതെ പറ്റില്ല. കാരണം വർഷങ്ങളായിട്ട് നമ്മൾ പ്രോഗ്രാം ചെയ്തത് എങ്ങനെ? ഇപ്പോൾ രാഹുലിനോ എനിക്കും എത്ര വയസ്സുണ്ട്, ഇന്ന് വരെ കണ്ടത് കേട്ടത് എല്ലാം നമ്മളുടെ ഗ്രഹിച്ചത്, നമ്മുടെ പെർസെപ്ഷൻ എബിലിറ്റി, കോഗ്നിറ്റീവ് എബിലിറ്റി കൊണ്ട് നമ്മൾ ധരിച്ചു വെച്ചേക്കുന്നത്, ഇതിന്റെ ആകെത്തുകയാണ് നമുക്ക് വരുന്ന പണം. ഇപ്പോൾ ഒരു വ്യക്തിയുടെ വിഷനാണ്, ഇപ്പോൾ ബാക്ക് എന്ന് പറയുന്ന ഒരു മീഡിയ, അതൊരു വ്യക്തിയുടെ വിഷനിലാണ് തുടങ്ങിയത്. അത് പല ഇൻഡിവിജ്വലൈസ് ആയിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു വലിയ സംരംഭമായി മാറി എന്ന് പറയുന്ന പോലെയാണത്. പക്ഷേ തുടക്കം ഇവിടെ ഒരു ഡിസയർ, ഒരു ആഗ്രഹം. അത് തന്നെയാണ് നെപ്പോളിയൻ ഹില്ലും പറയുന്നത്. ഇതെങ്ങനെ പ്രാവർത്തികമാക്കണം എന്നുള്ള പ്രാക്ടിക്കൽ മെത്തേഡാണ് സിൽവ മൈൻഡ് കൺട്രോൾ മെത്തേഡ് എന്ന് പറയുന്നത്.